നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമാൻ ഫാർമസിസ്റ്റ് എക്സാമിന്റെ റീസെന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ്. അപ്പൊ പാർട്ട് 1 ആണ് ഇന്നിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് കോസിംഗ് ഡ്രസ് സിൻഡ്രം? എ അമോക്സിസിലിൻ, ബി അലോപ്യൂരിനോൾ, സി പാരസെറ്റമോൾ, ഡി ഐബുപ്രൂഫൻ. ഓക്കെ, അപ്പൊ ഡ്രസ് സിൻഡ്രം, DRESS, ഡ്രസ് സിൻഡ്രം കോസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അലോപ്യൂരിനോൾ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അലോപ്യൂരിനോൾ എന്ന് പറയുന്നത് ഡ്രസ് സിൻഡ്രം കോസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ എന്താണ് ഈ ഡ്രസ് സിൻഡ്രം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡ്രഗ് റിയാക്ഷൻ വിത്ത് ഇസിനോഫീലിയ ആൻഡ് സിസ്റ്റമിക് സിംറ്റംസ്. അതാണ് ഡ്രസ് സിൻഡ്രം എന്ന് പറയുന്നത്. മെയിനായിട്ടും ലൈഫ് ത്രെട്ടനിങ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കണ്ടീഷൻ ആണ്. അപ്പൊ ഈ ഒരു ഡ്രസ് സിൻഡ്രം കോസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് സ്കിൻ റാഷസ്, ഫീവർ, ഇസിനോഫീലിയ ഇതൊക്കെ ആയിരിക്കും സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഡ്രസ് സിൻഡ്രം കോസ് ചെയ്യുന്ന വേറെയും കുറച്ച് ഡ്രഗുകൾ വരുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ അലോപ്യൂരിനോൾ കോസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ആന്റി കൺവൾസൻസ് ആയിട്ടുള്ള ഫെനിറ്റോയിൻ, കാർബമസിപ്പിൻ, ലാമോട്രിജിൻ ഇതൊക്കെ ഈ ഒരു ഡ്രസ് സിൻഡ്രം കോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൾഫണമൈഡ്സ്, മീനോസൈക്ലിൻ ഒക്കെ ഈ ഒരു ഡ്രസ് സിൻഡ്രം ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡ്രഗ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി അലോപ്യൂരിനോൾ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, next question, which of the following vitamin is most likely to cause toxicity when taken in high doses over a prolonged period? A vitamin C, B vitamin B12, C vitamin A and D vitamin B1. ഇതിൽ നമുക്ക് ഹൈ ഡോസസിൽ ടോക്സിസിറ്റി കോസ് ചെയ്യുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ, റെറ്റിനോൾ ആണ് ഹയർ ഡോസസിൽ ടോക്സിസിറ്റി കോസ് ചെയ്യുന്നത്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. ബാക്കി ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ അത് അസ്കോർബിക് ആസിഡ്, അത് വാട്ടർ സോലിബിൾ ആണ്. വൈറ്റമിൻ B12 എന്ന് പറയുമ്പോൾ കൊബാലമിൻ, അതും വാട്ടർ സോലിബിൾ ആണ്. വൈറ്റമിൻ B1 ഇസ് തയമിൻ. ഈ വൈറ്റമിൻ B1 വാട്ടർ സോലിബിൾ വൈറ്റമിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഹൈ ഡോസസിൽ ടോക്സിസിറ്റി കോസ് ചെയ്യുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി വൈറ്റമിൻ എ. Next question, which of the following is the first line treatment for a patient diagnosed with a Torsades de Pointes? A amiodarone intravenous infusion, B magnesium sulfate intravenous administration, C adenosine rapid IV bolus, D lidocaine IV push. അപ്പോൾ ടോർസേഡ് ഡേ പോയിന്റ്സ് TDP ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ലൈൻ ഡ്രഗിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി മാഗ്നീഷ്യം സൾഫേറ്റ് IV ആണ് നമുക്ക് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഈ ഒരു ടോർസേഡ് ഡേ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പോളിമോർഫിക് വെൻട്രിക്കുലർ ടാക്കികാർഡിയ അസോസിയേറ്റഡ് വിത്ത് പ്രൊലോങ്ഡ് QT ഇന്റർവെൽ പ്രൊലോങ്ങേഷൻ ഉണ്ടായിരിക്കും ഈ ഒരു TDP കണ്ടീഷനിൽ. അപ്പൊ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? സഡൻ കാർഡിയാക് ഡെത്ത് വരെ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നീഷ്യം സൾഫേറ്റ് IV ആണ്. ആ ഒരു മാഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ കാർഡിയാക് മെംബ്രെയിൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഇസ് ഓപ്ഷൻ ബി മാഗ്നീഷ്യം സൾഫേറ്റ് ഇൻട്രാവെനസ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമിയോഡറോൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു QT പ്രൊലോങ്ങേഷൻ കോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഡ്രഗ് ആണ്. അപ്പോൾ ഈ ഒരു TDP കണ്ടീഷനിൽ നമ്മൾ ഈ അമിയോഡറോൺ അവോയ്ഡ് ചെയ്യാണ് വേണ്ടത്. അത് യൂസ് ചെയ്യുന്നില്ല. വെൻട്രിക്കുലർ അരിത്മിയ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു QT പ്രൊലോങ്ങേഷൻ കോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ അത് അവോയ്ഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ബാക്കി അഡിനോസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സുപ്രാ വെൻട്രിക്കുലർ ടാക്കികാർഡിയന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാം. ലിഡോക്കൈനും വെൻട്രിക്കുലർ അരിത്മിയ കണ്ടീഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, a doctor needs to know about recent treatment options in oncology medicine. Which of the following resources is most appropriate for obtaining this information? Option A PubMed, B Micromedex, C UpToDate, D Oncology Medicine Textbook. അപ്പൊ ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി UpToDate ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. UpToDate എന്ന് പറയുമ്പോൾ അതൊരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് റിസോഴ്സ് ആണ്. നമുക്ക് UpToDate, അതായത് ലേറ്റസ്റ്റ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ഒക്കെ നമുക്ക് ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു UpToDateൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് റീസെന്റ് ആയിട്ട് കറന്റ് ഓങ്കോളജി പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ഈ ഒരു UpToDate എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്
ഡോക്ടേഴ്സിന് കൂടുതൽ റെഫറൻസിനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ബാക്കി പബ്മെഡ്, മൈക്രോമെഡെക്സ്, അതേപോലെ തന്നെ ഓങ്കോളജി മെഡിസിൻ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓങ്കോളജി മെഡിസിൻ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് അത് എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ലേറ്റസ്റ്റ് എഡിഷൻ കിട്ടണം. അത് നമുക്ക് എപ്പോഴും ലേറ്റസ്റ്റ് എഡിഷൻ എപ്പോഴും ഉണ്ടാവലില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കേസിൽ എന്താണ്, നമുക്ക് അപ് ടു ഡേറ്റ് റീസെന്റ് എവിഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് പബ്മെഡ്. പബ്മെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എവിഡൻസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തൊക്കെ ആക്കാൻ കുറച്ച് ടൈം എടുക്കും. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാനാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പബ്മെഡ് എന്ന് കിട്ടുന്നത്. പിന്നെ മൈക്രോമെഡെക്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ഒരു ഡ്രഗിന്റെ ഇൻഫർമേഷൻസ്, ഇന്ററാക്ഷൻസ്, ടോക്സിക്കോളജി അതൊക്കെയാണ് കൂടുതൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പം നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, റീസെന്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇൻ ഓങ്കോളജി മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കറന്റ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ ഈ ഒരു അപ് ടു ഡേറ്റിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വിൽസൺ ഡിസീസ് penicillamine may induce peripheral neuropathy. Which of the following is used to manage this penicillamine induced neuropathy? A. pyridoxine, B. thiamine, C. folic acid, D. methylcobalamin. ഓക്കെ, അപ്പോൾ ഈ വിൽസൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽസൺ ഡിസീസ് എന്ന് പറയുമ്പോൾ അബ്നോർമൽ അക്യുമുലേഷൻ ഓഫ് കോപ്പർ ആണ് വിൽസൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിൽസൺ ഡിസീസിന് നമ്മൾ ഈ പെനിസിലമിൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ചെലേറ്റിംഗ് ഏജന്റ് ആണ്. ഈ ഒരു കോപ്പറിന്റെ ആ ഒരു എക്സ്ക്രീഷൻ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു പെനിസിലമിൻ. ഓക്കെ, അപ്പൊ ഈ ഒരു പെനിസിലമിൻ എടുക്കുന്ന കണ്ടീഷനിൽ ഈ പെനിസിലമിൻ വൈറ്റമിൻ B6, അതായത് പിരിഡോക്സിന്റെ മെറ്റബോളിസത്തിലായിട്ട് അവിടെ ഇന്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിരിഡോക്സിൻ ഡെഫിഷ്യൻസി കണ്ടീഷൻ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പെനിസിലമിൻ ഡ്രഗ് എടുക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി കണ്ടീഷൻ പേഷ്യന്റിൽ വരുന്നത്. പിരിഡോക്സിൻ ഡെഫിഷ്യൻസി അതേപോലെ തന്നെ പെരിഫറൽ ന്യൂറോപ്പതി കണ്ടീഷൻ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു മാനേജ്മെന്റിനായിട്ട്, ഈ ഒരു ന്യൂറോപ്പതി കണ്ടീഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിനായിട്ട് നമുക്ക് പിരിഡോക്സിൻ സപ്ലിമെന്റ് ആണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൽസൺ ഡിസീസിന് നമ്മൾ പെനിസിലമിൻ ഡ്രഗ് എടുക്കുന്നുണ്ടായിരിക്കും. ആ എടുക്കുമ്പോൾ വൈറ്റമിൻ B6 ഓർ പിരിഡോക്സിൻ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. അതുവഴി പെരിഫറൽ ന്യൂറോപ്പതി കണ്ടീഷൻസ് വരും. അപ്പൊ അത് ചെയ്യാൻ നമുക്ക് പിരിഡോക്സിൻ സപ്ലിമെന്റ്സ് ആണ് അവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് പിരിഡോക്സിൻ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, praziquantel is primarily used in the treatment of which of the following parasitic infections? A. malaria, B. schistosomiasis, D. giardiasis and D. toxoplasmosis. ഈ പ്രാസിക്വാണ്ടൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ഒരു ട്രെമറ്റോയിഡ് ആൻഡ് സെസ്റ്റോഡ് ഇൻഫെക്ഷൻസിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രാസിക്വാണ്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ അതിന്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് സിസ്റ്റോസോമിയാസിസ് ആണ്. സിസ്റ്റോസോമിയാസിസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഫ്ലൂക്സ് കോസ് ചെയ്യുന്ന പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ് സിസ്റ്റോസോമിയാസിസ്. അതിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് പ്രാസിക്വാണ്ടൽ. മലേറിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റി മലേറിയൽ ഡ്രഗ്സ് ഉണ്ട്, അതായത് ക്ലോറോക്വിൻ, അതേപോലെ തന്നെ ആർട്ടമിസിനിൻ, അറ്റോവാക്വാൻ, പ്രോഗ്വാനിൽ ഒക്കെ നമുക്ക് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ജിയാർഡിയാസിസ് ആണെന്നുണ്ടെങ്കിൽ മെട്രോനിഡസോൾ, ടിനിഡസോൾ ഒക്കെ യൂസ് ചെയ്യാം. ടോക്സോപ്ലാസ്മോസിസ് ആണെന്നുണ്ടെങ്കിൽ പിരിമെത്തമിൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സിസ്റ്റോസോമിയാസിസ് ആണ് പ്രാസിക്വാണ്ടലിന്റെ യൂസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഫാർമസി പ്രിസ്ക്രിപ്ഷൻ വേർ ദ ഡോസ് ഈസ് അൺക്ലിയർ ഓർ ആംബിഗസ്, what is the most appropriate action to take? A. Send it back. B. Pharmacist taking help from another pharmacist. C. Guess the dose and dispense. D. Complain to the concerned authority. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റാത്ത അൺക്ലിയർ ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി, ഫാർമസിസ്റ്റ് ടേക്കിംഗ് ഹെൽപ്പ് ഫ്രം അനദർ ഫാർമസിസ്റ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. നമുക്ക് വേറൊരു നമുക്കത് വായിക്കാൻ പറ്റുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് ആളുടെ ആ ഒരു ഹെൽപ്പ് കൂടെ നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റും. അതും എന്നിട്ടും നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഫിസിഷ്യന്റെ ഹെൽപ്പ് കൂടെ ചോദിക്കുക. അത് എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു ഫിസിഷ്യനെ കോൺടാക്ട് ചെയ്ത് അത് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരിക്കണം. അതല്ലാതെ സെൻഡ് ഇറ്റ് ബാക്ക്, അത് തന്നെ ഗസ് ദ ഡോസ് ആൻഡ് ഡിസ്പെൻസ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഡേഞ്ചറസ് ആണ്. നമ്മൾ ഡോസ് ഗസ് ചെയ്ത് ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് കൺസേൺഡ് അതോറിറ്റിയിൽ കംപ്ലൈന്റ് ചെയ്യാനും ഫസ്റ്റ് ആ ഒരു ഫാർമസിസ്റ്റിന്റെ അടുത്തുനിന്ന് ഹെൽപ്പ് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഫിസിഷ്യനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, alendronate 10, what is the error in this prescription?
A. Calcium carbonate dose is too high. B. Ibuprofen should not be prescribed with the calcium. C. Alendronate dosage is incorrect for weekly use. D. All medications should taken together for better absorption. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് 3 ഡ്രഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അലൻഡ്രോണേറ്റ് 10 mg once weekly, കാൽസിയം 600 mg once daily, ibuprofen 400 mg as needed. അപ്പൊ ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ, ഇതിൽ എറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലൻഡ്രോണേറ്റ് ഡോസേജ് ഈസ് ഇൻകറക്റ്റ് ഫോർ വീക്ക്ലി ഡോസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്കിവിടെ അലൻഡ്രോണേറ്റ് 10 mg once weekly എന്നാണ് കൊടുത്തിട്ടുള്ളത്. അലൻഡ്രോണേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡോസ് വരുന്നത് 10 mg ഡെയിലി വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ 70 mg once weekly ആണ് വരുന്നുണ്ടായിരിക്കുക. നമുക്ക് ഈ ഒരു 10 mg once weekly എന്ന് പറയുമ്പോൾ ആ ഒരു വളരെ കുറവാണ്, അണ്ടർ ഡോസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നമുക്കൊരു എറർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഡോസിങ് എറർ ആണ് നമുക്ക് ഈ ഒരു കേസിൽ കാണാൻ പറ്റുന്നത്. അലൻഡ്രോണേറ്റ് ഡോസ് എന്ന് പറയുമ്പോൾ 10 mg ഡെയിലി അല്ലെങ്കിൽ 70 mg വീക്ക്ലി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. പിന്നെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൗൺസിലിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താണ് അലൻഡ്രോണേറ്റ് എപ്പോഴാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഓൺ എംപ്റ്റി സ്റ്റൊമക്ക് വിത്ത് ഫുൾ ഗ്ലാസ് ഓഫ് വാട്ടർ അലൻഡ്രോണേറ്റ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ അപ്രൈറ്റ് പൊസിഷനിൽ തന്നെ റിമൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഫോർ ഹാഫ് ആൻ അവർ. ഓക്കെ, അത് കൗൺസിലിംഗ് പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ പറയേണ്ടത് ഇവിടെ കാൽഷ്യം കാർബണേറ്റും നമ്മൾ എടുക്കുമ്പോൾ ഈ അലൻഡ്രോണേറ്റ് കാൽഷ്യം കാർബണേറ്റും ഒരേ സമയത്ത് എടുക്കാൻ പാടില്ല. ഈ കാൽഷ്യം കാർബണേറ്റ് അലൻഡ്രോണേറ്റിന്റെ അബ്സോർപ്ഷൻ കുറക്കും. ഓക്കെ, അപ്പം മോർണിംഗ് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് അലൻഡ്രോണേറ്റ് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 2 hours ഗ്യാപ്പ് ഒക്കെ വിട്ടിട്ടാണ് കാൽഷ്യം കാർബണേറ്റ് മോർണിംഗ് ആണ് എടുക്കേണ്ടത്. അത് കാൽഷ്യം കാർബണേറ്റ് അലൻഡ്രോണേറ്റിന്റെ അബ്സോർപ്ഷൻ കുറക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ക്രോണിക് സോറിയാസിസ്? എ. മെത്തോട്രെക്സേറ്റ്, ബി. അസൈക്ലോവിർ, സി. സിപ്രോഫ്ലോക്സാസിൻ, ഡി. ഹൈഡ്രോക്ലോർതയസൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്രോണിക് സോറിയാസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഈ റെഡ് സ്കെയിലി പാച്ചസ് ഒക്കെ ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ കാണുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് നമുക്ക് ടോപ്പിക്കൽ അപ്ലിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ സിസ്റ്റമിക് തെറാപ്പിയും വരുന്നുണ്ട്. ടോപ്പിക്കൽ ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് കണ്ടീഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ടു സിവിയർ കണ്ടീഷനിലും. അപ്പൊ ടോപ്പിക്കലിൽ നമുക്ക് വരുന്നത് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് വരുന്നുണ്ട്, ബീറ്റാമെത്തസോൺ, അതേപോലെ തന്നെ ക്ലോബിറ്റസോള്, പിന്നെ വൈറ്റമിൻ ഡി അനലോഗ്, സാലിസിലിക് ആസിഡ്, ഇതൊക്കെ നമുക്ക് ടോപ്പിക്കൽ തെറാപ്പിന്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ്. സിസ്റ്റമിക് തെറാപ്പി ആവുമ്പോൾ മോഡറേറ്റ് ടു സിവിയർ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. മെത്തോട്രെക്സേറ്റ്, സൈക്ലോസ്പോറിൻ, പിന്നെ അതേപോലെ തന്നെ അസിട്രറ്റിൻ, എറ്റാനോസെപ്റ്റ്, ഇതൊക്കെയാണ് സിസ്റ്റമിക് തെറാപ്പിയിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്രോണിക് സോറിയാസിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റമിക് തെറാപ്പി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ മെത്തോട്രെക്സേറ്റ് ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കും. A woman has been taking oral contraceptives for 10 years and later developed breast cancer. What type of adverse drug reaction does this represent? Type A, type B, type C, and type D. അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് 10 വർഷമായിട്ട് എടുക്കുന്ന പേഷ്യന്റ് ആണ്, പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കിത് ഓപ്ഷൻ ഡി ടൈപ്പ് ഡി ഡിലേഡ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ആ ഒരു പേഷ്യന്റിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഈ ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ടൈപ്പ് ഡി ഡിലേഡ് അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഡിന്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ് ഈ ഒരു കാർസിനോജെനസിസ് എന്ന് പറയുന്നത്, അതേപോലെ ടെറാറ്റോജെനസിസ്, ഇതൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് വരുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് ടൈപ്പ് ഡി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഇത്രയാണ് ഉള്ളത്. 10 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പാർട്ട് 2 നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള റീസെന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ കോച്ചിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോച്ചിങ് റിലേറ്റഡ് അല്ലെങ്കിൽ മറ്റു ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ക്വറീസിനായിട്ട് സി മെഡിടെക് ഓൺലൈൻ അക്കാദമിനെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.